ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീൽറ്റിനോ. അപ്പോൾ സീൽറ്റിനോടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ സീൽറ്റിനോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് CPCയുടെ CPT ആണ്. CPC മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് CPT. അപ്പോൾ CPTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നു. പിന്നെ അതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ICD മൊത്തം കവർ ചെയ്തു. ICDക്ക് ശേഷം 2 ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യനും ശേഷം നമ്മൾ CPTയിലേക്ക് കടന്നിരിക്കുകയാണ്. CPT എന്ന് പറയുന്നത് CPC മെഡിക്കൽ കോഡിംഗ് എക്സാമിനേഷന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് CPTയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ CPT ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നത് നന്നായിട്ട് നിങ്ങൾ കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ കാറ്റഗറി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ കാറ്റഗറി 1ലെ കോഡ്സ് ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറിയിലെ 1ലെ കോഡ്സിൽ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഇടുമോ എന്ന്. അപ്പൊ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് എനിക്ക് ഒരു വീഡിയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മള് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നുള്ളൂ. കാരണം ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങൾ തറോ ആവണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ആ ഒരു എന്താ പറയുക ഫ്ലോയിൽ അതിനെ ബാധിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഫ്ലോയിൽ നമുക്ക് പോവാം. സോ ഇവാലുവേഷൻ മാനേജ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ EMന് കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം പറയുന്ന പോലെ തന്നെ ഇവാലുവേഷൻ മാനേജ്മെന്റ് കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കണം, നിങ്ങൾ വായിച്ചിരിക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ EMന്റെ ഒരു പ്രത്യേകത, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ചുമ്മാ ഈ ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം EM എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടി വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് EM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾറൈറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നമുക്കൊരു വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, സീൽറ്റിനോയുടെ ആസ്പിറൻസിന്റെ ഒരു വാട്സാപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഇൻവൈറ്റ് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. ഓക്കെ, നമ്മൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഠിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഡിസ്കഷൻസും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തന്നെയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജെനുവിനായിട്ട് പഠിക്കുന്നവർ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചേരാം. ഓക്കെ, അല്ലാത്തൊരു ചേരണ്ട ദയവ് ചെയ്ത്. കാരണം വെച്ചാൽ അതിൽ കുറേ മെസ്സപ്പ് ആവാതെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ജെനുവിനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾറൈറ്റ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടുഡേസ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് കോഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റാണ് ഞാൻ പറയുന്നത്. ആ 3 കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കോഡിലേക്ക് പോകാൻ സാധിക്കും. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് സർവീസ് ആണ്. ഓക്കെ, പ്ലേസ് ഓഫ് സർവീസ് ഐദർ ക്യാൻ ബി ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആവാം, ഓഫീസ് വിസിറ്റ്സ് ആവാം, അതുപോലെ കൺസൾട്ടേഷൻ ആണെങ്കിലും ആവാം. ഇനി ഒരു സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, വെദർ ദ പേഷ്യന്റ് ഈസ് ന്യൂ ഓർ ദ പേഷ്യന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. പേഷ്യന്റ് പുതിയ ആളാണോ അതോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണോ? നമുക്ക് പുറകെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ്. ആൻഡ് ദ തേർഡ് പാർട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് EM സർവീസ്. അതൊരു 4 ലെവലാണ് നമ്മൾ EM സർവീസിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ലെവൽ ഓഫ് EM സർവീസിന് വേണ്ടി മാത്രം നമുക്ക് വേറൊരു വീഡിയോ ചെയ്യണം, കാരണം എന്നാലേ നിങ്ങൾക്കത് തറവായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പം ലെവൽ ഓഫ് EM സർവീസ് നമുക്ക് അറിയാമെങ്കിൽ ബാക്കി ഡൺ. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടായ ഓഫീസ് വിസിറ്റ് ആണോ കൺസൾട്ടേഷൻ ആണോ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് വിസിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് പേഷ്യന്റ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനു വേണ്ടി ഞാൻ ബ്രോഡായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ, നമ്മുടെ EM സർവീസിന്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ EM നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അതിന്റെ പാർട്ട് 1
ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ ട്രീ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് കുറേ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ബ്രോഡായിട്ട് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഞാനല്ല, CPT ബുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് ഓഫീസ് വിസിറ്റും, രണ്ട് ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആൻഡ് കൺസൾട്ടേഷൻ. ഈ രണ്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ട്, കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേതായിട്ട് തെറ്റിപ്പോകരുത്, ഇവിടെ രണ്ടായിട്ട് അതിനെ തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓഫീസ് വിസിറ്റ്സിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ന്യൂ പേഷ്യൻറ്റും ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ്സിൽ ഇനീഷ്യൽ വിസിറ്റ്സും ഉണ്ട്, സബ്സീക്വന്റ് വിസിറ്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്. ദാറ്റ് ഈസ് ന്യൂ പേഷ്യന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. അതിനെ നമുക്കൊന്ന് ശരിക്കും ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. എന്താണ് ന്യൂ പേഷ്യന്റ് മീൻ ചെയ്യുന്നത്, എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് മീൻ ചെയ്യുന്നത്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇവാലുവേഷൻ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നതാണ്. ഇത് ന്യൂ പേഷ്യന്റ് ആയിരിക്കും, ഇത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആയിരിക്കുമോ? ഓക്കെ, ആ ഡൗട്ട്സ് ഒക്കെ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ കുറേ സിനാരിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സിനാരിയോസ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു 3-4 സിനാരിയോസ് ഞാൻ തരും, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ആ സിനാരിയോസ് ന്യൂ പേഷ്യന്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണോ? സോ വിൽ ഗോ ടുഗെദർ. Okay, so we will start with what is a new patient or who is a new patient. What എന്ന് പറയാൻ പറ്റില്ല. Who is a new patient and who is an established patient. Let's begin. അപ്പോൾ കോമൺലി യൂസ്ഡ് ടേംസ് ആയ ന്യൂ പേഷ്യന്റും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റും ആദ്യം ഇവരുടെ മീനിങ് നമുക്കൊന്ന് നോക്കാം, അവരുടെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സോ ന്യൂ പേഷ്യന്റ് ഡെഫിനിഷൻ വരുമ്പോൾ a new patient is one who has not received any professional services from the physician or qualified healthcare professional or another physician or qualified healthcare professional of exact same specialty or subspecialty who belongs to the same group practice within the past 3 years. ഡെഫിനിഷൻ കേട്ടാലും പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ. ന്യൂ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സർവീസസും സ്വീകരിച്ചിട്ടില്ല. 3 വർഷത്തിനിടയിൽ ഒരു പ്രൊഫഷണൽ സർവീസസ് ഒരു ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയോ ഒരു സർവീസസും 3 വർഷത്തിനിടയിൽ സ്വീകരിക്കാത്തവര്. അതിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അവര് മീൻസ് ഇപ്പോൾ ഒരു സെയിം സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സ്, ഓക്കെ, സെയിം സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സബ് സ്പെഷ്യാലിറ്റിയിൽ ആ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് 3 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ ഒരു സർവീസസും സ്വീകരിക്കാത്തവർ, അവരെയാണ് നമ്മൾ ന്യൂ പേഷ്യന്റ് എന്ന് പറയാം. എക്സാമ്പിൾസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ 3 വർഷത്തിനിടയിൽ സെയിം സ്പെഷ്യാലിറ്റിന്നോ സബ് സ്പെഷ്യാലിറ്റിന്നോ ക്വാളിഫൈഡ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഡോക്ടർ ഫിസിഷ്യൻസിന്നോ എന്ത് ലഭിച്ചിട്ടുണ്ട്, സർവീസസ് ലഭിച്ചവരെയാണ് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോൾ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിനാരിയോസ് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സിനാരിയോയിലോട്ട് നോക്കാം, ഒരു ന്യൂ പേഷ്യന്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണോ എന്നുള്ളത്. സോ ലെറ്റ്സ് സീ സം സിനാരിയോസ്. അപ്പൊ ഈ സിനാരിയോസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ യു എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ സിനാരിയോസിൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫിസിഷ്യൻ ആണ് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് സിനാരിയോ ഒന്ന് വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. Suppose you provided the interpretation of an ECG for an inpatient. You did not actually meet the person. When you see the patient in your office, assuming this occurs within the next 3 years, you would report the EM service you provide using a new patient code, since there was no face-to-face encounter during the inpatient stay.
ഓൾറൈറ്റ്. സോ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇൻ പേഷ്യന്റ് സ്റ്റേയുടെ സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങളുടെ, ഇപ്പം നിങ്ങളെന്ന് വിചാരിക്കുന്ന ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ അടുത്ത് ഒരു ECG ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് മാത്രം വന്നു. ഓക്കെ, പേഷ്യന്റ് നിങ്ങൾ കണ്ടിട്ടില്ല, ആ റിപ്പോർട്ട് ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് നിങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കുക, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ECGനെ ഇന്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ ECGനെ ഒന്ന് വായിച്ച് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ആ പേഷ്യന്റിനെ കണ്ടിട്ടില്ല, ആരാണ് പേഷ്യന്റ് എന്നുപോലെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങൾ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ സ്പെഷ്യാലിറ്റിന്നോ സബ് സ്പെഷ്യാലിറ്റിന്നോ ഉള്ള ഒരാൾ ആ പേഷ്യന്റിനെ കണ്ടിട്ടുള്ളതായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു, റിപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷം 3 വർഷത്തിനിടയ്ക്ക് ആ പേഷ്യന്റ് നിങ്ങളെ എന്തെങ്കിലും അവരുടെ കാര്യത്തിന് വേണ്ടി കാണാൻ വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ പേഷ്യന്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ നടക്കാത്ത പക്ഷം നമുക്ക് ആ പേഷ്യന്റ് ശരിക്കും ന്യൂ പേഷ്യന്റ് ആണ്. ക്ലിയർ ആണോ? നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ നടക്കാത്ത പക്ഷം നമ്മുടെ പേഷ്യന്റ് ന്യൂ പേഷ്യന്റ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ ECG ഇന്റർപ്രറ്റ് ചെയ്ത സമയത്ത് പേഷ്യന്റിനെ നിങ്ങൾ മീറ്റ് ചെയ്തിരുന്നു, അന്ന് ഇവാലുവേഷൻ ചെയ്തിരുന്നെങ്കിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനെ, പക്ഷെ അന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ECG ഇന്റർപ്രറ്റ് ചെയ്തല്ലോ, അതൊരു പ്രൊഫഷണൽ സർവീസ് അല്ലേ? ഒരു പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആവണമല്ലോ. അല്ല, ECG ഇന്റർപ്രറ്റ് ചെയ്തു, ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മളെ റിപ്പോർട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത് പ്രൊഫഷണൽ സർവീസ് ആയിട്ട് കൂടിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങളൊരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സോ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് സിനാരിയോ. ഓൾറൈറ്റ്, ഇനി നമ്മുടെ സെക്കൻഡ് സിനാരിയോ. Consider the patient who is new to the community and needs a refill of her oral contraceptives. You agree to call in a prescription that will meet her needs until she can be seen in your office the following week. When you see her for her well-woman visit, you report a new patient preventive medicine service code since you did not have a face-to-face encounter with the patient when calling in her prescription. ഇപ്പോൾ ഞാൻ ഈ വായിച്ച സിനാരിയോയും നമ്മൾ നേരത്തെ കണ്ട സിനാരിയോയും തമ്മിൽ ഒരേപോലെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പേഷ്യന്റ് പുതിയതായിട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നു, ആ ഫിസിഷ്യനെ കോളിൻ ചെയ്തു, കോണ്ടാക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു എനിക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്ന് കോളിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എനിക്കൊന്ന് വേണം, എന്നാലേ എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കോളിംഗ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സർവീസ് അല്ല. ഓക്കെ, ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതുകൂടെ നിങ്ങൾ എടുത്തു വെച്ചോ. നമ്മൾ മറ്റത് പറഞ്ഞു ECG ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ സർവീസ് അല്ലെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കോളിൻ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നതും പ്രൊഫഷണൽ സർവീസ് അല്ല. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഫേസ് ടു ഫേസ് ഒരു എൻകൗണ്ടർ ആ ഫിസിഷ്യൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണുമ്പോൾ മാത്രമാണ് അതിനെ ന്യൂ പേഷ്യന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നൗ വിൽ ഗോ ടു ദ സിനാരിയോ നമ്പർ 3. നൗ ഈ സിനാരിയോസ് നമ്മൾ നേരത്തെ കണ്ട 2 സിനാരിയോസും ഫേസ് ടു ഫേസ് ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടില്ല, അതിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനിയുള്ള നമ്മുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർവീസ് കിട്ടിയിട്ടില്ല, അതിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് പ്രാക്ടീസിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു സിനാരിയോ ആണ്. ഓക്കെ, സോ ദ സിനാരിയോ ഞാനൊന്ന് വായിക്കാം. In a single specialty practice, the patient's encounter should be reported with a code in a new patient category only if no physician or other provider who reports the services using the CPT codes in that group has seen the patient within the last 3 years. Example: your partner saw a patient who is new to the practice in emergency department over the weekend. The following week, you see the patient in office. Since someone else in your practice has seen the patient within the last 3 years, you have to use an established patient code. This
is a case even though the patient had not been seen in the office and there was not an established medical record there. ഇപ്പം ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഓർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ല പീഡിയാട്രിക് ഏതെങ്കിലും ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി മാത്രമുള്ള ഒരു പ്രാക്ടീസാണ്. ഓക്കെ, അങ്ങനെയാണെന്നിരിക്കുക. ഒരു പേഷ്യന്റ് ശരിക്കും ER-ൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രാക്ടീസിൽ നിന്നുള്ളൊരു നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ ആ പേഷ്യന്റിനെ കാണുകയും ആ പേഷ്യന്റിന് വേണ്ട സർവീസസ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ആ പേഷ്യന്റ് നെക്സ്റ്റ് വീക്ക് വരുന്ന ഒരു ഫോളോ അപ്പ് വിസിറ്റിന് വേണ്ടിയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അതൊരു 3 years നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ 3 yearsന് ഇടയ്ക്കോ നിങ്ങളെ കാണാൻ വരുന്നു ആ പേഷ്യന്റ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സിനാരിയോസ് എല്ലാം ഡോക്ടേഴ്സിന്റെ ആ ഒരു രീതിയിൽ എടുക്കണം. അപ്പം നിങ്ങളെ കാണാൻ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി നമ്മുടെ പാർട്ട്ണർ ആയിരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടത്, പേഷ്യന്റ് സർവീസസ് കൊടുത്തത്. ഇനി നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുക? അത് ന്യൂ പേഷ്യന്റ് ആണോ? നിങ്ങൾ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ചെയ്തിട്ടില്ല ഈ പേഷ്യന്റിനെ, പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പ് സ്പെഷ്യാലിറ്റിയിൽ ഉള്ള ഒരാൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് കേസാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ്. നമുക്ക് നെക്സ്റ്റ് സിനാരിയോയിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സിംഗിൾ സ്പെഷ്യാലിറ്റി പറഞ്ഞു. ഇനി മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ വരുമ്പോഴോ ഇവിടെ നമുക്കിത് കണ്ടു നോക്കാം. In a multi-speciality practice, a patient might be considered new even if he or she has received a care from several another physicians in a group and a medical record is available. The distinguishing factor here is a specialty designation of the provider. For example, take a patient who has been seen regularly by a pediatrician in your group. The patient is now 18 years old and wants a transfer care to the family physician in the same group. When she sees the family physician, she will qualify as a new patient because the family physician is a different specialty than her previous physician. This is the case even though the family physician might be treating her for an existing problem and referring to her established medical record. അപ്പോൾ ഇവിടെ വന്ന സിനാരിയോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സിനാരിയോ അല്ലേ? കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയോ? പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ചെറിയൊരു കാര്യം നിങ്ങൾ വിചാരിച്ചാൽ മതി. കഴിഞ്ഞ സിനാരിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്, നിങ്ങളുടെ പാർട്ട്ണർ ഒരാൾ കണ്ടിട്ടുണ്ട്, അതിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊന്നും പക്ഷെ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കണ്ട കാര്യങ്ങളാണ്. എന്നിട്ടും കൂടി നിങ്ങളെ കാണാനായിട്ട് ഫിസിഷ്യൻ നിങ്ങളുടെ ഓഫീസിൽ വന്നു. നിങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ആ പേഷ്യന്റ് ന്യൂ പേഷ്യന്റ് ആണ്, റെക്കോർഡ്സ് ഒന്നും ഇല്ല ആ പേഷ്യന്റ്. കാരണം ഈ എമർജൻസിയിൽ വന്ന പേഷ്യന്റ് ആണല്ലോ, നിങ്ങൾക്ക് അല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന സിനാരിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള ആൾക്കാരൊക്കെ ഈ പേഷ്യന്റിനെ കണ്ടിട്ടുണ്ടാവാം. ആ സമയത്ത് പേഷ്യന്റ് എന്ന് പറയുന്നത് യങ്ങർ ആയിരുന്നു, 18 years ബിലോ ആയിരുന്നു. അപ്പോൾ ആ പേഷ്യന്റ് വന്നിട്ട് പീഡിയാട്രിക് കെയറിലാണ് അതിനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ദോ 18 years ആയപ്പോഴത്തേക്ക് ആ സ്പെഷ്യാലിറ്റി ചേഞ്ച് ചെയ്ത് പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി ചേഞ്ച് ചെയ്ത് പേഷ്യന്റ് നേരെ ഫാമിലി ഫിസിഷ്യന്റെ ആ ഒരു എന്താ പറയുക സർവീസസ് റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈവൻ ദോ പേഷ്യന്റെ റെക്കോർഡുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ റെക്കോർഡിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, റെക്കോർഡുണ്ട് പേഷ്യന്റ്, പക്ഷെ ഇവിടെ സ്പെഷ്യാലിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് പേഷ്യന്റ് ഒരു ന്യൂ പേഷ്യന്റ് ആണ്. ക്ലിയർ ആയോ? സെയിം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടാവാം, ഒത്തിരി സർവീസസൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇവിടെ പീഡിയാട്രിക് കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയിൽ നിന്ന് മറ്റൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് ചേഞ്ച് ആക്കപ്പെട്ടത് കൊണ്ട് മാത്രം അത് ഒരു ന്യൂ പേഷ്യന്റ് ആണ്. ക്ലിയർ ആണോ? ഓൾറൈറ്റ്, നെക്സ്റ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് സിനാരിയോ. ഇനി
അടുത്ത സിനാരിയോ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വെൻ യു ചേഞ്ച് ദ പ്രാക്ടീസസ്. ഇപ്പോൾ ഒരു പ്രാക്ടീസിൽ നിന്ന് വേറൊരു പ്രാക്ടീസിലോട്ട് പോയെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ കോഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, suppose you leave the practice where you have been working for a number of years to join a new group in a nearby community. Some of your patients transfer their care to the new practice and say within 3 years of their last visit. You would report these encounters using an established patient code because although you are practicing in a new group, you have provided professional services to the patient during the last 3 years. Note that whether the patient has transferred his or her medical records to your office and how long you may have had those records is irrelevant. The amount of time that passed since your last encounter with the patient is the determining factor. Alright, വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഫിസിഷ്യനാണ്. നിങ്ങൾ ഒരു പ്രാക്ടീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ റുട്ടീൻ പേഷ്യൻ്റാണ് അവർ. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരു റുട്ടീൻ പേഷ്യൻ്റാണ്. നിങ്ങളുടെ ഇതിലാണ് ആ പേഷ്യൻറ്റിൻ്റെ കെയർ മൊത്തം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസസ് ചേഞ്ച് ചെയ്ത് വേറൊരിടത്തോട്ട് മാറും, വേറൊരു പ്രാക്ടീസിലേക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഷിഫ്റ്റ് ആയെങ്കിൽ നിങ്ങളുടെ ഈ പേഷ്യൻസ് ഒക്കെ നിങ്ങളുടെ കെയർ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു. അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം അങ്ങോട്ടാക്കി വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിറ്റർമൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആ പേഷ്യന്റിനെ 3 ഇയേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസ് കൊടുത്തിട്ടുണ്ടോ, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ആൻഡ് പ്രൊഫഷണൽ സർവീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഡിറ്റർമൈനിങ് പോയിന്റ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പേഷ്യന്റ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണ്. ന്യൂ പ്രാക്ടീസിൽ വന്നതുകൊണ്ട് ആ പേഷ്യന്റ് ന്യൂ പേഷ്യന്റ് ആവില്ല. നിങ്ങൾ സർവീസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓൾറൈറ്റ്, വിൽ ഗോ ടു ദ നെക്സ്റ്റ് സിനാരിയോ. അടുത്ത സിനാരിയോ കവറിങ് അനദർ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഡോക്ടർ എന്തെങ്കിലും ലീവിലോ എന്തോ ആണെങ്കിൽ വിചാരിക്കാം. അപ്പം ആ ഡോക്ടർ കണ്ടിരുന്ന ഒരു പേഷ്യൻ്റാണ്. ഇപ്പം നിങ്ങളാണത് കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളാണ് നെക്സ്റ്റ് ഡോക്ടർ, കവർ ചെയ്യാൻ പോകുന്ന ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ന്യൂ പേഷ്യൻ്റ് ആയിരിക്കുമോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആയിരിക്കുമോ? നോക്കാം. Okay, you are covering a pediatrician who is out of town for a few days. You have a coverage arrangement with the pediatrician who is out of town. An established patient of his come to see you. So, നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നത് മറ്റു ഡോക്ടറിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണ്. ആ ഡോക്ടറിനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ഇന്ന് നിങ്ങളെ കാണാൻ വരുവാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ പേഷ്യന്റിനെ കണ്ടിട്ടില്ല, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ചെയ്തിട്ടില്ല, 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ആ പേഷ്യന്റിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, അവർക്ക് ഒരു സർവീസസ് നിങ്ങൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അല്ല നിങ്ങളുടെ ഗ്രൂപ്പ് പ്രാക്ടീസിലും അല്ല എന്ന് വിചാരിക്കുക. എങ്കിലും നിങ്ങൾ കവർ ചെയ്യുന്നത് മറ്റു ഡോക്ടറിനെ ആയതുകൊണ്ട് ആ ഡോക്ടറിന്റെ പൊസിഷനിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മാത്രം അത് നിങ്ങൾക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അത് നിങ്ങളുടെ ന്യൂ പേഷ്യന്റ് അല്ല. നിങ്ങൾ ഓരോ സർവീസസും ആ പേഷ്യന്റിന് കൊടുത്തിട്ടില്ലെങ്കിലും, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ചെയ്തിട്ടില്ലെങ്കിലും, നിങ്ങളുടെ ഗ്രൂപ്പ് പ്രാക്ടീസിൽ അല്ലെങ്കിലും, 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ഒന്നും നടന്നിട്ടില്ലെങ്കിലും, ഈ ഒരൊറ്റ പോയിന്റ്സ് പോലും കവർ ചെയ്തിട്ടില്ലെങ്കിലും അത് നിങ്ങളുടെ ന്യൂ പേഷ്യന്റ് അല്ല. കാരണം നിങ്ങൾ കവർ ചെയ്യുന്നത് ആ പേഷ്യന്റ് കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറിന്റെ സൈഡിലാണ്. ഓക്കെ, ആ കവർ ചെയ്യുന്നത് കൊണ്ട് മാത്രം ദാറ്റ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, when you're covering the another physician, another pediatrician and his patient sees you, you code based on their establishment with unavailable physician. അപ്പൊ അവരുടെ രീതിയിൽ വേണം കോഡ് ചെയ്യാൻ. ക്ലിയർ ആണോ? റൈറ്റ്. ഇനി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കൺസൾട്ടേഷൻ വേഴ്സസ് ന്യൂ പേഷ്യന്റ് വിസിറ്റ്. കൺസൾട്ടേഷൻ, ന്യൂ പേഷ്യന്റ് വിസിറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കൺസൾട്ടേഷൻ എന്താണ്, ന്യൂ പേഷ്യന്റ് വിസിറ്റ് എന്താണ്. ഇപ്പം നാട്ടിൽ നമ്മൾ മലയാളീസ് ആണല്ലോ,
അപ്പോൾ നാട്ടിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കാണുവാണ്, നമ്മൾ കൺസൾട്ട് ചെയ്തു എന്ന് പറയും. അവിടെ ന്യൂ പേഷ്യൻറ്റും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലായോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് വിസിറ്റ് ആണോ? ഓക്കെ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തോളൂ. യെസ്. അപ്പം ആ ഒരു സിനാരിയോ നിന്ന് ചിന്തിക്കാതെ നിങ്ങൾ കൺസൾട്ടേഷനും ന്യൂ പേഷ്യൻറ്റ് വിസിറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരുന്നത് ഒരു ഒപ്പീനിയന് വേണ്ടിയാണ്, ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ്. അതിനെ നമ്മൾ ആ പേഷ്യന്റ് നിങ്ങളൊരു ഒപ്പീനിയൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ പേഷ്യന്റ് നിങ്ങളൊരു പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊഫഷണൽ സർവീസസ് ഒന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല പേഷ്യന്റിന്. മനസ്സിലായല്ലോ? നിങ്ങൾ ആ പേഷ്യന്റ് ഒരു പ്രൊഫഷണൽ സർവീസസ് കൊടുക്കുന്നില്ല, പക്ഷെ ഫേസ് ടു ഫേസ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിനാരിയോ ആണെങ്കിൽ പോലും ഇത് വേറൊരു ഫിസിഷ്യന്റെ അല്ലെങ്കിൽ വേറൊരു സ്പെഷ്യാലിറ്റിയുടെ പേഷ്യന്റ് ആണ്, നിങ്ങളൊരു ഒപ്പീനിയൻ മാത്രം കൊടുക്കുന്നതുകൊണ്ട് അത് കൺസൾട്ടേഷൻ ആയിരിക്കും. അതിനെ നമ്മൾ ന്യൂ പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ EM സർവീസസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ വായിക്കാം സിനാരിയോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. If a patient is sent to you for an opinion or advice, the encounter may be a consultation rather than a new patient encounter. CPT defines, in the definition നമ്മൾ പറയുമ്പോൾ CPT defines a consultation as a type of service provided by a physician whose opinion or advice regarding evaluation and or management of a specific problem is requested by another physician or other appropriate source. For example, if you are asked to see a patient for a pre-operative clearance for the evaluation of a medical problem, the appropriate category might be consultation services. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഫിസിഷ്യൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യന്റ്, എനിക്ക് വേറൊരു ഫിസിഷ്യൻ ആ പേഷ്യന്റിനോട് പറഞ്ഞ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുവാണ്. ആ ഒരു ഫിസിഷ്യൻ പറഞ്ഞ് നിങ്ങളുടെ സെക്കൻഡ് ഒപ്പീനിയനും കൂടെ വേണമെന്ന് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയന് വേണ്ടി വരുവാണെങ്കിൽ അത് കൺസൾട്ടേഷൻ ആണ്. അവർക്ക് എൻ്റെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് കോഡ് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? എനിക്ക് എൻ്റെ ഇവാലുവേഷൻ കോഡ് അവിടെ കൊടുക്കാൻ പറ്റില്ല, എനിക്ക് കൺസൾട്ടേഷന്റെ കോഡ് അവിടെ കൊടുക്കാം. ഓക്കെ, അതെന്റെ കൺസൾട്ടേഷൻ ആണ്. കാരണം എൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയന് വേണ്ടി വന്ന പേഷ്യന്റ് ആണ്. അതുകൊണ്ട് അതൊരു കൺസൾട്ടേഷൻ ആണ്, അത് ഇവാലുവേഷൻ മാനേജ്മെന്റ് അല്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനിയാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും കരുതണ്ട. ദിസ് ഇസ് ലൈക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇസ് ഇറ്റ് ന്യൂ പേഷ്യന്റ് ഓർ എസ്റ്റാബ്ലിഷ് പേഷ്യന്റ്? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ വരും. ഒരു 5 to 10 seconds ഞാൻ കാണിക്കും. അതിനുശേഷം നിങ്ങൾ പറയാ ഇസ് ഇറ്റ് ന്യൂ പേഷ്യന്റ് ഓർ എൻ എസ്റ്റാബ്ലിഷ് പേഷ്യന്റ്. ഞാൻ ഓരോ ക്വസ്റ്റ്യനും റീഡ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ആൻഡ് ടെൽ മീ, ഐ വിൽ കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ. A 7-year-old patient returns to your practice. The last face-to-face professional service was little over 3 years ago. A little over 2.5 years ago, you called in a refill for patient's allergy medication. Is it a new patient or an established patient? Alright, the second question. A newborn comes to your practice for the first encounter with a pediatrician after the discharge from the birth hospital. One of your pediatricians rounded on the baby in the hospital. New or established? Third question. A patient presents to the pediatrician in the office. Her only visits there previous was performed by a nurse practitioner. New or established? And the last question. You are a pediatric cardiologist
and are asked to read and review an EKG for a pediatric patient. You read it, bill for reading, and call the pediatrician to have the patient follow up with your for care. The patient presents to your office for the first time. It's not a consultation. ഇപ്പോൾ ഇത് ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ? ഓൾറൈറ്റ്, ഈ 4 ക്വസ്റ്റ്യൻസും 1, 2, 3, 4 നിങ്ങൾക്ക് നമ്പർ ഇട്ട് കമന്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് ലൈക്ക് ചെയ്യുക. ഓൾറൈറ്റ്, സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇവാലുവേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ ICD എടുത്ത പോലെ ഓരോ ചാപ്റ്ററും റഷ് ചെയ്ത് നമുക്ക് എടുത്തു പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഇവാലുവേഷൻ മാനേജ്മെന്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാക്സിമം നന്നായി പഠിച്ച് തന്നെ പോവാം. Alright, so thanks for watching Zeal to Know. See you in the next video. Bye bye.